സ്കൂൾ ബാഗുകളിൽ വിദ്യാർത്ഥികൾ അമിതഭാരം ചുമക്കുന്നുവെന്ന ന്യൂസ് മലയാളം വാർത്തയിൽ ഇടപെട്ട് വിദ്യാഭ്യാസ വകുപ്പ്. അടുത്ത അധ്യയന വർഷം മുതൽ അമിതഭാരം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പ്രതികരിച്ചു. ശരീരഭാരത്തിന്റെ 10% മാത്രമേ ബാഗിൽ ഉണ്ടാവൂ എന്ന നിർദ്ദേശം നിലനിൽക്കെ കുട്ടികൾ ഇരട്ടിയിലധികം ഭാരമാണ് ചുമക്കേണ്ടി വരുന്നത്. ന്യൂസ് മലയാളം ഇംപാക്ട്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ശരീരഭാരത്തിന്റെ 10%, അതായത് കുട്ടിക്ക് 30 കിലോയാണെങ്കിൽ ബാഗിന്റെ ഭാരം 3 കിലോ മാത്രം. ഇതാണ് കേന്ദ്ര സർക്കാർ 2020 പുറത്തിറക്കിയ നയത്തിൽ പറയുന്നത്. എന്നാൽ ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭാരം കേന്ദ്ര നയത്തിൽ പറയുന്നതായിരുന്നില്ല. 26 കിലോയുള്ള കുട്ടി തോളിൽ ചുമക്കുന്നത് 6 കിലോയിലധികം. ന്യൂസ് മലയാളം വാർത്ത ശ്രദ്ധയിൽപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇടപെട്ടു. അമിതഭാരം കുറയ്ക്കാനുള്ള വഴികൾ തേടുമെന്ന് എൻ ശംസുദ്ദീൻ പ്രതികരിച്ചു. ഞങ്ങൾ പല വഴികളും അതിൽ തേടുന്നുണ്ട്. ക്വാർട്ടർലി ആയിട്ട് പുസ്തകങ്ങളുടെ കട്ടി കുറക്കുക, അതുപോലെ തന്നെ ഇപ്പം തന്നെ വോളിയമായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ വേറെ ഒരു നിർദ്ദേശം വന്നത് ഒരു മാസത്തേക്കുള്ള ഇതെല്ലാം കൂടി ഒരു ബുക്കായിട്ട് ബൈൻഡ് ചെയ്യുക, എല്ലാ സബ്ജക്റ്റും കൂടി. അങ്ങനെ പല നിർദ്ദേശമുണ്ട്. ഭാരം കുറയ്ക്കാൻ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും പരിഗണിക്കും. ഏതായിരുന്നാലും അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം പരിഷ്കാരങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനി അടുത്ത അധ്യയന വർഷം മുതലേ നടത്താൻ കഴിയുള്ളൂ. നിജപ്പെടുത്തിയിരിക്കുന്ന ഭാരത്തിലധികം ചുമക്കുന്ന കുട്ടികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതും കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നത്. ശരീരം വളരുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ അമിതഭാരം ചുമക്കാൻ അനുവദിക്കരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ബാഗിന്റെ ഭാരം കുറയ്ക്കുമെന്ന മന്ത്രിയുടെ പ്രതികരണത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും. ചന്തു പ്രവചനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.